ഹലോ ഗൈസ് ഞാൻ കോമിക് കേരള. സോ ഗൈസ് നമ്മൾ നോക്കാൻ പോകുന്ന ഹോളിവുഡ് മാർവൽ അപ്ഡേറ്റ്സ് ആണ്. സോ ഗൈസ് ഈ ഒരു ആഴ്ചത്തുള്ള എല്ലാ അപ്ഡേറ്റും നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോവുകയാണ്. സോ ഗൈസ് നമുക്ക് ഇപ്പോൾ തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഐ ആം ഗ്രൂട്ട് എന്ന സീരീസ് ഇന്നാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ് നിങ്ങളെല്ലാം കണ്ടു കാണും ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൺ ഹാർട്ട് സീരീസിൽ നിന്ന് കുറച്ച് സെറ്റ് പിക്സ് ലീക്ക് ആയിട്ടുണ്ട്. ആ ഒരു സെറ്റ് പിക്സ് നമ്മുടെ അയൺമാൻ സൂട്ടാണ് ഇപ്പോൾ ലീക്ക് ആയിട്ടുള്ളത്. സോ ഗൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓടി വക്കണ്ട ഫോർ അവർ റീവിലിയൻസ് വരുന്നതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാണ്. പക്ഷേ അതിലൊരു സൂട്ട് എന്ന് പറഞ്ഞാൽ കോമിക്സിൽ റീവിലിയൻസ് സൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടിയും ഫിറ്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു അവർ ഈ ഒരു കുറേ പ്രാക്ടിക്കൽ എഫർട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഓൾറെഡി അറിയാം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന CGI പ്രശ്നങ്ങളാണ്. അപ്പോൾ അവർ എന്തായാലും അവർ ഒരു ആർമർ പോലെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇത് ഇത്തിരി കൂടെ ബൾക്കി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു അയൺമാൻ്റെ ഫസ്റ്റ് പാർട്ട് മൂവി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ബൾക്കി ആർമർ പോലെ. ഒരു Mark 1 Mark 50 അങ്ങനെ കുറപ്പത്തേക്ക് അയൺമാൻ്റെ സൂട്ടിൻ്റെ സൈസ് കുറഞ്ഞു വരും. ചിലപ്പോൾ അതേ ഒരു ടെക്നിക്ക് തന്നെയായിരിക്കും ചിലപ്പം റീലി വില്യംസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് തോന്നുന്നു. എന്തായാലും അയൺ ഹാർട്ട് സീരീസിലേക്ക് ഒരു മെയിൻ വില്ലൻ്റെ ഒരു സെറ്റിലേക്ക് ലീക്ക് ആയിട്ടുണ്ട്. സോ ഗൈസ് അത് എന്തെന്ന് പറഞ്ഞാൽ അയൺ ഹാർട്ട് സീരീസിന് ഓൾറെഡി റൂമർ ഉണ്ടായിരുന്നത് ഹൂഡ് എന്നൊരു ക്യാരക്ടർ വില്ലനായിട്ട് വരുമെന്ന്. ഇപ്പോൾ എന്തായാലും ഈ ഒരു സെറ്റ് പീക്ക് വെച്ച് നമുക്ക് കൺഫേം ചെയ്യാം ദ ഹൂഡ് എന്നൊരു ക്യാരക്ടർ തന്നെയാണ് അയൺ ഹാർട്ട് സീരീസിൽ വില്ലനായിട്ട് വരാൻ പോകുന്നത്. എന്തായാലും ദ ഹൂഡ് എന്നൊരു ക്യാരക്ടറിൻ്റെ ഒരു ഒറിജിൻ വീഡിയോ നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പക്ഷേ കോമിക്സിൽ ദ ഹൂഡ് എന്നൊരു ക്യാരക്ടർ നമ്മുടെ റീലി വില്യംസ് ആയിട്ട് ഒരു ബന്ധവും ഇല്ലെങ്കിലും ചിലപ്പോൾ സീരീസിൽ കൊണ്ടുവരും. എന്തായാലും മനസ്സിലാവും നമുക്ക് ഈ സെറ്റ് പിക്സ് വെച്ച് തന്നെ. സോ ഗൈസ് നമുക്ക് ഇനി അടുത്തൊരു അപ്ഡേറ്റ് പോകാം. എക്കോ സീരീസ് ആണ് അടുത്തൊരു അപ്ഡേറ്റ്. സോ ഗൈസ് എക്കോ സീരീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല ഇൻസൈഡേഴ്സ് പറയണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഡാർക്ക് ആയിട്ടുള്ള മോഡലാണ് ഈ ഒരു സീരീസ് പോകുന്നത്. മാത്രമല്ല പല മിസ്റ്റിക്കൽ മാജിക്കൽ ആർട്സുകളും ഈ മൂവിയിൽ എലമെൻറ്റിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഓൾറെഡി നമുക്ക് സെറ്റ് പിക്സ് കിട്ടിയിട്ടുണ്ട്. അതിൽ നമ്മുടെ കിങ് പിങ് വരുന്നുണ്ട്, വില്ലനായിട്ട് കിങ് പിങ് എന്നാണ് പറയുന്നത്. പിന്നെ മാത്രം നമ്മുടെ സാക്ഷാൽ ചാർലി കോപ്സ് ഡേ ഡബിൾ ഇതിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു സീരീസ് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇതിലും മാജിക്കലായിട്ടുള്ള കാര്യങ്ങൾ വരുമെന്നാണ് പല ഇൻസൈഡേഴ്സും പറയുന്നത്. അപ്പം എന്തായാലും നമ്മുടെ ഫേസ് ഫോറിലുള്ളപ്പോൾ നമ്മുടെ വോങ്ങും ഇതിൽ അപ്പിയറൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എത്ര ഫേസ് 4 മൂവീസ് തന്നെ നമ്മുടെ വോങ് വന്നതാണ് സോഴ്സ് സുപ്രീം ആയതുകൊണ്ട്. എന്തായാലും പുള്ളിക്കാരൻ ശ്രീഹൾക്കി വരുന്നതായി ഇപ്പോൾ എക്കോ സീരീസ് വരാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും നമുക്ക് കണ്ടറിയാം. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പണിഷർ എന്നൊരു ക്യാരക്ടറിന് അറിയില്ല, ഒരു ആക്ടറിനെ അറിയില്ല, നമുക്ക് നെറ്റ്ഫ്ലിക്സിലുള്ള ആ ഒരു ആക്ടറിനെ അവർ MCU റീകാസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫാൻസായിട്ട് പറയണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരാതിരിക്കാൻ നല്ലതെന്ന് പറയുന്നത്. എന്താണ് ഇവരിങ്ങനെ കാണിക്കുന്നത് അറിയില്ല. ചിലപ്പം മാർവൽ മനസ്സിലാക്കി തിരിച്ച് കൊണ്ടുവരിക. എന്തായാലും ആ ആക്ടർ നല്ല രീതിയിലാണ് അഭിനയിച്ച് കൊടുത്തിരിക്കുന്നത്. ആ പണിഷർ എന്നൊരു ക്യാരക്ടർ നല്ല സെറ്റ് ആവുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ആ ആക്ടറിൻ്റെ ഫേസ് വെച്ചാലും. എന്തായാലും ഫാൻസായിട്ട് പറയണത് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അങ്ങനെ ഒരു നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരാതിരിക്കുന്നതാണ് അവർക്ക് നല്ലത്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂൺ നൈറ്റ് സീസൺ 2 പറ്റിയാണ്. സോ ഗൈസ് കുറേ നാൾക്ക് മുമ്പ് റൂമർ ഉണ്ടായിരുന്നു മൂൺ നൈറ്റിൻ്റെ സെക്കൻഡ് സീസൺ വരുമെന്ന്. ഇപ്പോൾ എന്തായാലും ആ മൂൺ നൈറ്റിൻ്റെ ഡയറക്ടർ ഈജിപ്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെ വെച്ച് നിങ്ങൾ എന്താണ് ഈജിപ്തിൽ വന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞാൽ മൂൺ നൈറ്റിൻ്റെ സീസൺ 2 ലൊക്കേഷൻ തേടി ഞാൻ വന്നതെന്ന് പറഞ്ഞു. ഓപ്പൺ ആയിട്ട് ആൾക്കാരുടെ മുമ്പിൽ പറഞ്ഞു. സോ ഗൈസ് അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തായാലും വരാൻ പോകുന്ന D23 എക്സ്പോ ചെയ്ത് നമ്മൾ മൂൺ നൈറ്റിൻ്റെ സെക്കൻഡ് സീസൺ അനൗൺസ് ചെയ്യുമായിരിക്കും. എന്തായാലും നമുക്ക് നല്ല പ്രതീക്ഷയാണ്. കാരണം കിടിലം സീരീസ് ആണ്. കാരണം മൂൺ നൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫാൻ ബേസിന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഈ ഒരു സീരീസ് എന്തായാലും വേറെ ലെവലിൽ വന്നിരിക്കും. അത് എന്തായാലും ഉറപ്പ് തന്നെയാണ്. സോ ഗൈസ് നമുക്കിനി അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാം. എറ്റർനൽസിൻ്റെ ആക്ടർ തന്നെ എറ്റർനൽസിൻ്റെ സീക്വൽ വരുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. സോ ഗൈസ് ഇത് ആ പുള്ളിക്കാരൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ അതോ ഞാൻ അറിയാതെ പറഞ്ഞതാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും കെവിൻ ഫൈഗി അടുത്തുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരൻ മിക്കവാറും ചവിട്ടിക്കൊന്നതന്നെ. എന്തായാലും നമുക്കെന്തായാലും എറ്റർനൽസ് സെക്കൻഡ് പാർട്ട് വരും എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ ഓൾറെഡി റൂമറുണ്ട്, റൂമറാണ് സ്റ്റാർ ഫോക്സ് എന്നൊരു ആക്ടർ അറിയാമല്ലോ എല്ലാവർക്കും. പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞാൽ താനോസിൻ്റെ അനിയനൊക്കെ ആയിട്ട് വരും. ആ ഒരു ആക്ടർ മാർവലായിട്ടൊരു 10 കൊല്ലത്തൊരു ഡീൽ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് റൂമറാണ്, ഒരിക്കലും കൺഫേംഡ് അല്ല. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോയ് സീരീസിലുള്ള ഈ ഒരു ആക്ടറിന് എല്ലാവർക്കും അറിയായിരിക്കും. പുള്ളിക്കാരൻ മാർവൽ സ്റ്റുഡിയോസുള്ള കെവിൻ ഫൈഗിയായിട്ട് സംസാരിച്ചിട്ട് ഇപ്പോൾ പ്രൊഫസർ എക്സേവിയറുടെ റോളിൽ വരാൻ പോകുന്നൊക്കെ പറയുന്നു. ഓൾറെഡി ഈ ഒരു ആക്ടർ ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരണമെങ്കിൽ ഞാൻ പ്രൊഫസർ എക്സേവിയറുടെ റോളിൽ വരുത്തുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ക്യാരക്ടർ ആ റോളിൽ പക്ക സെറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈഡർമാൻ ഇൻറ്റു സ്പൈഡർ വേഴ്സ് അതിൻ്റെ സെക്കൻഡ് പാർട്ട് മൂവി എല്ലാവർക്കും അറിയില്ല, സ്പൈഡർമാൻ ദ അക്രോസ് സ്പൈഡർ വേഴ്സ് എന്ന്. അതിലുള്ള ഒരു ടോയ് ലീക്ക് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സൈബർ സ്പൈഡർമാൻ എന്ന ഒരു ടോയ് ലീഗ്. സോ ഗൈസ് എന്ന് പറഞ്ഞാൽ കോമിക്സിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. പക്ഷേ എന്തായാലും ഈ ഒരു മൂവിയിൽ അപ്പിയറൻസ് നടത്തുന്നുണ്ട്. അതെല്ലാം അതിൻ്റെ ടോയ് ലീഗ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ക്യാരക്ടറിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എന്തായാലും മൂവി വരപ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രെയിൻ മാൻ മൂവിയുടെ സെക്കൻഡ് പാർട്ട് മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. സോ ഗൈസ് എല്ലാ ഫാൻസാർക്കും ഒരു ആഗ്രഹമുണ്ട് നമ്മുടെ ധനുഷ് എന്നൊരു ക്യാരക്ടർ അതിൽ വരുമോ എന്ന്. ഇപ്പോൾ ധനുഷ് നല്ല ആൻസർ പറഞ്ഞിട്ടുണ്ട്. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ, ധനുഷ് എന്തായാലും ആ മൂവിയിൽ വരും, കൺഫേംഡ് ആണ് എന്നാണ് ധനുഷ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ധനുഷിന് ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ധനുഷ് എന്നൊരു ക്യാരക്ടറിനെ ശരിക്കും പറയാം വേൾഡ് മൊത്തം ഫാൻസാർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എന്തായാലും അടുത്തൊരു സെക്കൻഡ് പാർട്ടിൽ എന്തായാലും ധനുഷിന് ഇപ്പോൾ നമ്മൾ കണ്ടതിനെ കുറച്ച് സ്ക്രീൻ ടൈം കിട്ടാൻ ചാൻസ് കൂടുതലാണ്. എന്തുകൊണ്ട് നമ്മൾ ധനുഷ് എന്നൊരു ക്യാരക്ടർ നമ്മുടെ ഇന്ത്യക്ക് ഒരു അഭിമാനം തന്നെയാണ് ആ ഒരു മൂവി വന്നത്.
എന്തായാലും പുള്ളിക്കാരൻ ആ മൂവി വന്നാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം കുറച്ച് റോൾ ഉണ്ടായിരുന്നു, പക്ഷേ നൈസായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൺസില വേഴ്സസ് കോങ് എന്ന മൂവിയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ അവർ കൊടുത്തിരുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് ഓറിജിൻസ് എന്നാണ്. എന്തായാലും ആ ഒരു മൂവി വരുമ്പോൾ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഇവരുമാർ എങ്ങനെ രീതിയിലാണ് അത് എടുത്തുകൊണ്ട് പോകണതെന്ന്. എന്തായാലും കണ്ടറിയാം. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് നമ്മുടെ ഷീ ഹൾക്ക് എന്ന TV സീരീസ് എല്ലാവർക്കും അറിയാം. അവർ ഷീ ഹൾക്ക് എന്ന ആയിട്ടിൽ അവർ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്. അവർ ഡെയർ ഡെവിൽ അങ്ങനെ ആയിട്ടാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷീ ഹൾക്കിൻ്റെ ആ ഒരു CGI വേഴ്സ്റ്റ് വേഴ്സൺ ഫാൻസായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ അവർ ഡെയർ ഡെവിൾ എന്നൊരു ക്യാരക്ടറിൻ്റെ ഒക്കെ ഫസ്റ്റ് ലുക്കൊക്കെ അവർ റിലീസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡെയർ ഡെവിൾ എന്നൊരു ക്യാരക്ടർ ശരിക്കും വലിയ റൂമറായിട്ട് ഇരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷേ അവരൊക്കെ റിവീൽ ആയി കളഞ്ഞു. എന്തായാലും അതുകൊണ്ടാണ് എല്ലാ ഫാൻസുകാർക്കും ജസ്റ്റ് ഒന്ന് ഹൈപ്പ് അങ്ങനെ പീക്കിൽ കയറിപ്പോയത്. കാരണം ഈ ഒരു സീരീസ് CGI വേഴ്സ് എന്ന് പറഞ്ഞാൽ മിക്ക ഫാൻസുകാർ കാണാതിരുന്നതാണ്. എന്തായാലും ഡെയർ ഡെവിൾ വരുമെന്ന് പറഞ്ഞാൽ വന്നുകൊണ്ട് മാത്രമാണ് എല്ലാ ഫാൻസുകാർ കാണാൻ പോകുന്നത്, ഈവൻ ഞാനായാൽ പോലും. അടുത്തൊരു അപ്ഡേറ്റ് നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഫ്ലാഷിനെ പറ്റിയൊരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ എസ്രാ മില്ലർ പിന്നെയും അറസ്റ്റിലായിട്ടുണ്ട്. എത്രമാത്രം തവണയാണ് എനിക്ക് അറിയണം, ഓരോ മാസം ഓരോ കേസിൽ അറസ്റ്റ് ആയിട്ടുണ്ട് പുള്ളിക്കാരൻ. എന്താണ് പുള്ളിക്കാരൻ്റെ ഒരു ഐഡിയ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എല്ലാ ഫാൻസുകാരും പുള്ളിക്കാരെ പബ്ലിക്കലി വെളുത്ത് തുടങ്ങി. ഇപ്പം എന്താ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം നമ്മുടെ ഡേവിഡ് സാസ്ലോ തന്നെ ഇപ്പോൾ കുറേ അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ ഈ പരിപാടി നോക്കിയാൽ എനിക്ക് തോന്നുന്നത് ഈ ഫ്ലാഷ് മൂവി ഞാൻ ഇപ്പം തന്നെ ക്യാൻസൽ ചെയ്യുമെന്ന് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ക്യാൻസൽ ചെയ്യത്തില്ല. എന്താണ് ഇങ്ങനെ കാണിക്കുന്ന ഒരു ഐഡിയ എനിക്കില്ല. അടുത്തൊരു അപ്ഡേറ്റ് നമ്മുടെ മാർവൽ സ്റ്റുഡിയോസിൽ തന്നെയാണ്. നമുക്ക് ഓൾറെഡി അറിയാം സ്പൈഡർമാൻ നോ വേ ഹോമിൻ്റെ ഒരു എക്സ്റ്റൻഡ് കട്ടിപ്പ് ഇറങ്ങാൻ പോകുന്നത് ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഏരിയയിൽ ഉണ്ടാകുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ആ ഒരു കട്ട് എന്ന് പറയുന്നത് 30 മിനിറ്റാണ് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. സോ ഗൈസ് എന്തായാലും നമുക്ക് ആ ഒരു ആരൊക്കെ കാണാൻ പോകണം ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അപ്ഡേറ്റ് എന്ന് ഞാൻ പറയാൻ പോയ കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. സോ ഗൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൺ ഹാർട്ട് സീരീസിൽ നമ്മുടെ സയൻസ് വേഴ്സസ് മാജിക് എന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയി. അങ്ങനെ ഒരു തീമിലാണ് പോകുന്നതാണ് ഈ ഒരു സെറ്റ് പിക്സ് വെച്ച് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സോ ഗൈസ് അങ്ങനെയാണെങ്കിൽ അത് ഒരു വൻ കിടിലായിരിക്കും. കാരണം നമ്മൾ ഡോക്ടർ സ്ട്രേഞ്ച് തന്നെ നമ്മളെ മൂവി കാണുമ്പോൾ തന്നെ അതിൽ ടെക്ക് പരമായി ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ നമ്മൾ അയൺമാനിൽ നമ്മൾ മൂവി കാണുമ്പോൾ പോലും നമ്മൾ അതിൽ മാജിക് പരമായി ഒന്നും കണ്ടിട്ടില്ല. എന്തായാലും മാജിക് വേഴ്സസ് ടെക് എന്ന് പറയുന്ന സംഭവം MCU ആദ്യമേ കാണിക്കുന്ന അയൺ ഹാർട്ട് സീരീസ് ആയിരിക്കും. എന്തായാലും നമുക്ക് അത് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിക്കാം. സോ ഗൈസ് ഇന്നത്തെ കുറേ അപ്ഡേറ്റ്സ് ഹോളിവുഡ് DC മാർവൽ അപ്ഡേറ്റ്സ് നമ്മൾ ഈ വീഡിയോ കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ് നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം.